ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തികച്ചും വ്യത്യസ്ത രുചിയിലുള്ള ഒരു ജ്യൂസ് തന്നെയാണിത്. ചെറുപഴം വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പക്ഷേ ചെറുപഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ജ്യൂസിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണോ ജ്യൂസ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ചെറുപഴം എടുക്കാം. ഇത് ഒന്ന് മുറിച്ചിട്ട് തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാക്കറ്റ് 5 രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലേവറിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. ആ ഒരു ഹോർലിക്സും അതുപോലെ ആ ഒരു തേങ്ങാപ്പാലും കൂടെ ചേരുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഹോർലിക്സും അല്ലെങ്കിൽ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ കട്ടി ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളമായിട്ട് കുടിക്കാം കേട്ടോ, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങൾക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് പാലോ വെള്ളമോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. പാലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. തേങ്ങാപ്പാലായാലും അല്ലെങ്കിൽ പശുമ്പാലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്തെ കട്ടിയിലാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേറൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതുപോലെ ചെറിയൊരു കളറിനൊക്കെ വേണ്ടിയിട്ട് പിസ്തയുടെ മിൽക്ക് മിക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. കളറിന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിലേക്ക് ഞാനിവിടെ കറുത്ത കസ്കസ് കുതിർത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തണുപ്പിന് ആവശ്യമായിട്ട് ഐസ് ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ബദാം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ചെറുപഴമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്